ഉദാഹരണങ്ങളിലേക്ക് അധികം പോകുന്നില്ല. വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദേശീയ തലത്തിലുള്ള വിലയിരുത്തലിൽ രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളെടുത്താൽ അതിൽ കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. കേരളയും കൊച്ചിയും ഗാന്ധിയും. 50 യൂണിവേഴ്സിറ്റികളെടുത്താൽ 43-ാം സ്ഥാനത്തുള്ള കാലിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. 100-ൽ 16 കോളേജുകൾ ദേശീയ തലത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഉന്നതമായ രീതിയിൽ എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് നടന്നത്. ഇതെല്ലാം ഈ ഭരണ തുടർച്ചയുടെ ഭാഗമാണ്. ആരോഗ്യരംഗം നമുക്കറിയാം. ഇപ്പോൾ വന്നിട്ടുള്ള കണക്കനുസരിച്ച് നാം ലോകരംഗത്തുള്ള വൻകിടക്കാരേക്കാളും നേട്ടം കൊയ്തിരിക്കുന്നു. ശിശുമരണ നിരക്ക് നാം 5-ൽ നിൽക്കുന്നു. എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നാട് എന്ന് അംഗീകരിക്കപ്പെട്ട അമേരിക്ക 5.6-ൽ നിൽക്കുന്നു. അപ്പോൾ അമേരിക്കയെക്കാളും ശിശുമരണ നിരക്ക് കുറഞ്ഞ പ്രദേശമായി കേരളത്തിന് ഉയരാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? 2021-ൽ തുടർ ഭരണം ലഭിച്ചപ്പോൾ ആർദ്രം മിഷൻ്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങൾ നല്ല രീതിയിൽ തുടരാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അനുഭവം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലാണ് കാര്യങ്ങൾ പൊതുവെ നിർവഹിച്ചിട്ടുള്ളത് എന്നത് പൊതുവിൽ ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഈ തരത്തിലാണെങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ വികസന പദ്ധതികളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും. കേരളത്തിന് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. തിരുവനന്തപുരത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് രാജ്യത്തിൻ്റെ വലിയ പദ്ധതികളിൽ ഒന്നാണ്. ലോകത്തെ വലിയ പോർട്ടുകളിൽ ഒന്നായിട്ടാണ് അത് അംഗീകരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നാം പണിയാൻ ഉദ്ദേശിക്കുന്ന റിംഗ് റോഡ് അത് വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൂർത്തിയാകുമ്പോൾ വലിയ മാറ്റം, അത്ഭുതകരമായ മാറ്റം തലസ്ഥാന നഗരിയുടെ വികസനത്തിൽ ഉണ്ടാക്കുമെന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ ദേശീയപാത വികസനം നടക്കില്ല എന്ന് കണക്കാക്കിയത് നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് കിഫ്ബിയുടെ ധനസഹായത്താൽ പൂർത്തിയാക്കുന്ന മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതിലെല്ലാം നല്ല പുരോഗതിയാണ് ഇപ്പോൾ നമുക്ക് നേടാനായിട്ടുള്ളത്.